അപ്പോ 2026 തുടങ്ങി ജനുവരി മാസം കഴിഞ്ഞു. 12 മാസത്തിന്റെ ഒരു മാസം കഴിഞ്ഞു. നിങ്ങൾ ഡിസംബർ 31 2025 ഉള്ളിൽ കുറെ പ്രോമിസസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ഞാൻ ഈ കൊല്ലത്തിന്റെ ഉള്ളിൽ അത് ചെയ്യും, ഞാൻ ഈ കൊല്ലത്തിന്റെ ഉള്ളിൽ ഇത് ചെയ്യും, റിവോല്യൂഷണറി ഇയർ ആയിരിക്കും എന്റെ ജീവിതത്തിന്റെ, അതാണ് ഇതാണ് മറിച്ചതാണ്. എന്തെങ്കിലും 1% കൂടി ആയോ? നിങ്ങളുടെ ഒരു കൊല്ലത്തിന്റെ ഇത്ര വലിയൊരു മാസം കഴിഞ്ഞു. ജനുവരി പറഞ്ഞു വെച്ചാൽ സ്റ്റാർട്ടിങ് ഉണ്ടാവുക, എല്ലാ ആൾക്കാർക്കും സ്റ്റാർട്ട് ചെയ്യുന്ന മാസം. അത് കഴിഞ്ഞു. നിങ്ങൾക്ക് എന്താ കിട്ടിയ? എന്ത് അച്ചീവ്മെന്റ് അല്ലെ? അച്ചീവ്മെന്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് സാറ്റിസ്ഫാക്ഷൻ ഇല്ല? സാറ്റിസ്ഫാക്ഷൻ ഇല്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്ത്? ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഉളുപ്പും ഇല്ലാണ്ട് എങ്ങനെ രാത്രി ഉറങ്ങാൻ പറ്റുന്നു? അതാണ് എന്റെ ചോദ്യം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് എങ്ങനെ ഇതൊന്നും ചെയ്യാണ്ട്, നിങ്ങൾക്ക് ഒരു നാണും മാണും ഇല്ലാണ്ട് എല്ലാ കൊല്ലത്തിന്റെ ലാസ്റ്റ് 31 വന്നിട്ട് നിങ്ങൾക്ക് ഇങ്ങനത്തെ പൊട്ടത്തരം ചെയ്യാൻ പറ്റുന്നു? അതന്നല്ലേ ഏറ്റവും വലിയ ഒരു ഡൗട്ട്. ആൾക്കാർക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും ഇതൊക്കെ? ഫോർ എക്സാമ്പിൾ, കുറെ ആൾക്കാർ എന്നെ സ്വന്തം DM ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, 2022 ബ്രോ നമുക്ക് ഇത് ചെയ്യാം, നീ അതാണ്, നീ മാസാണ്, നീ അതാണ്, നീ ഇതാണ്. എനിക്ക് എന്താ ഇതിന്റെ ഒക്കെ കാര്യം? നിങ്ങൾ എന്താ ചെയ്ത്? ഞാൻ ആ ചെക്കന്മാരോട് ഇന്ന് വാങ്ങിച്ച മെസ്സേജ് ചെയ്തിട്ട് ചോദിക്കാൻ പറ്റും എന്താ ചെയ്യാൻ പറ്റുക? അവർക്ക് പറഞ്ഞു വെച്ചാൽ ഈ നാണം കെട്ടിട്ട് എങ്ങനെ ആവില്ല, അങ്ങനെയും ആവും. പക്ഷെ മറുപടി ഒന്നും ഉണ്ടാവില്ല. ദാറ്റ് ഇസ് ദ ബിഗ്ഗസ്റ്റ് പ്രോബ്ലം ഇൻ അവർ ഇന്ത്യ. ഇന്ത്യ അല്ല, മുഴുവൻ വേൾഡിന്റെ ഉള്ളിൽ നമ്മളുടെ യൂത്ത് എന്തുകൊണ്ടാ കേടാവണച്ചാ, എന്റെ കമന്റ് സെക്ഷനിൽ വന്നിട്ട് പല ആൾക്കാര് പല പൊട്ടത്തരം പറയും. അതെന്താ വെച്ചാൽ അവർക്ക്, ഞാൻ കുട്ടികളുടെ കാര്യമല്ല പറയണ, 30-40 വയസ്സിന്റെ ആൾക്കാർ വന്നിട്ട് എന്റെ കമന്റ് സെക്ഷനിൽ വേണ്ടതെന്ന് പറയും. അത് എന്തുകൊണ്ടാ അറിയോ? മെന്റലിറ്റി. ഞാൻ എന്ത് പൊട്ടത്തരം പറഞ്ഞു വെച്ചാലും എനിക്ക് വ്യൂസ് കിട്ടേണ്ട വ്യൂസിന്റെ അഗേൻസ്റ്റിൽ, എനിക്ക് ഫോളോവേഴ്സ് കയറേണ്ട ഫോളോവേഴ്സിന്റെ അഗേൻസ്റ്റിൽ എനിക്ക് കാശ് കിട്ടും. റിയാലിറ്റി. ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കണത് എന്താ, നിങ്ങൾ എന്താ വിചാരിക്കണം ഞാൻ നിങ്ങളെ സഹകരിക്കണം, നിങ്ങളെ കുറെ വലിയ ആളാക്കണം? നിങ്ങൾ വലിയ ആളയച്ച പിന്നെ എന്റെ കോമ്പറ്റീഷൻ അല്ല. പക്ഷേ ഞാൻ ഈ സാധനം ചെയ്യുന്നുണ്ട്, എനിക്ക് വീഡിയോ കിട്ടുന്നുണ്ട്, പറഞ്ഞ കാശ് കിട്ടുന്നുണ്ട്. ദാറ്റ് ഈസ് ദ ബേസിക് മെന്റാലിറ്റി ബ്രോ. അപ്പോ ഇപ്പോഴും പണ്ട് കാറ്, ബൈക്ക്, തന്തേന്റെ കാശ് അതൊക്കെ ചെയ്തിട്ടാ നടക്കണം വെച്ചാ, ഞാൻ പറയാൻ വെച്ചാ നിങ്ങൾ ചെയ്ത് നടക്കും. നിങ്ങളുടെ തന്തന്റെ അടുത്ത് എത്ര കാശുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പൊ അത് ഒരു ദിവസം എന്തായാലും കഴിയും. ആ കഴിയുന്ന ദിവസം നിങ്ങൾക്ക് റിഗ്രറ്റ് അടിക്കും. ആ റിഗ്രറ്റ് അടിക്കുന്ന ദിവസം വന്നിട്ട് പിന്നെയും ആലോചിക്കും, ഞാൻ ആ ദിവസം ഒരാൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതാണ് ഇതാണ്. ജീവിതം കുറെ ഈസിയാണ്. പ്രാക്ടിക്കലി വിചാരിച്ചു വെച്ചാൽ ജീവിതം കുറെ ഈസിയാണ്. ഒന്നും ചെയ്യണ്ട. നിങ്ങൾക്ക് രാവിലെ എണീക്കണം, രാവിലെ എണീച്ച് കഴിഞ്ഞിട്ട് ഒരു ഗോൾ ഉണ്ടാക്കണം. എന്റെ ജീവിതത്തിന്റെ ഒരു ദിവസത്തിന്റെ ഒരു ഗോൾ. ആ ഗോൾ അച്ചീവ് ചെയ്തിട്ടില്ലെങ്കിൽ ആ ദിവസം രാത്രി ഉറങ്ങാൻ പാടില്ല. മിനിമം ഗോൾസാ പറയുന്നത്. ഈ ഒരു ദിവസം രാവിലെ എണിച്ചിട്ട് എനിക്ക് കോടീശ്വരനാവണം പറഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് ജീവിതം മുഴുവൻ ഉറങ്ങാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾ ഒരു ദിവസം രാവിലെ എണിച്ചു, എനിക്ക് ഇന്നത്തെ ദിവസം എനിക്ക് ഇത്ര പ്രൊഡക്റ്റീവ് ആവണം, ഇല്ലെങ്കിൽ എനിക്ക് ജീവിതത്തിന്റെ എന്തെങ്കിലും പുതിയ 5 സാധനങ്ങൾ പഠിക്കണം, നല്ല വഴിയുണ്ട്, എന്നാൽ നിങ്ങൾക്ക് നന്നായിട്ട് ജീവിതം ജീവിക്കാൻ പറ്റും. അതല്ലാണ്ട് ഈ പറഞ്ഞു വെച്ചാൽ ഇന്ന് മൺഡേ അല്ലേ, ഇന്ന് റെസ്റ്റ് അടിക്കാടാ, നാളെ ട്യൂസ്ഡേ അല്ലേ, നാളെയും റെസ്റ്റ് അടിക്കാടാ, വെനസ്ഡേ ആയില്ലേ, ഇനി 2-3 ദിവസം കൂടി അല്ലല്ലോ, ഇനി അടുത്ത ആഴ്ച നമുക്ക് തുടങ്ങാണ്ട, 2 ദിവസം കൂടി റെസ്റ്റ് അടിക്കണം. റെസ്റ്റ് മാത്രം അടിക്കുക, മുഴുവൻ ജീവിതം റെസ്റ്റ് അടിക്കുക. നിങ്ങളുടെ ഈ പിന്നിൽ നടത്ത ഈ പെണ്ണുങ്ങളില്ലേ, നാളെ മേലാൾ അവന് എന്തെങ്കിലും നല്ല ദുബായിയോ ജർമ്മനിക്കാരനോ കിട്ടി, അല്ലെങ്കിൽ നല്ല ഗവൺമെന്റ് ജോലിക്കാരൻ കിട്ടിച്ച് അവള് തേച്ചു 101%. അപ്പൊ അതിന്റെ കാട്ടിലൊക്കെ നല്ലത് ജോലി ചെയ്യുക, പണി ചെയ്യുക, ബിസിനസ്സസ് ചെയ്യുക, മെന്റലിറ്റി മാറ്റാൻ. ഞാൻ അതല്ല പറയുന്നത് ജോലി ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം. മെന്റലിറ്റി മാറ്റി കഴിഞ്ഞു വെച്ചാൽ ജീവിതം മുഴുവൻ മാറും. ജസ്റ്റ് ആ മെന്റലിറ്റി, ഇത്രയും ഒരു സാധനമേ ഉള്ളൂ. മെന്റലിറ്റി മാറ്റി കഴിഞ്ഞു വെച്ചാൽ മുഴുവൻ ജീവിതം മാറും. ഇന്ന് ഞാൻ മുഴുവനും എന്റെ പല ആൾക്കാരും തെറി പറയും, ഞാനും റിട്ടേൺ തെറി പറയും. പക്ഷെ ഞാൻ അല്ല, ഇത് എന്തുകൊണ്ടായിരിക്കും റിട്ടേൺ തെറി പറയണത്? ഞാൻ റിട്ടേൺ തെറി പറഞ്ഞു വെച്ചാൽ എന്റെ ഇൻസ്റ്റാഗ്രാമിന്റെ അൽഗോരിതം എന്നെ ബൂസ്റ്റ് ചെയ്യുമ്പോൾ 10 ആൾക്കാരും കൂടി കാണും, 10 ആൾക്കാരും കൂടി എന്നെ പറ്റിയിട്ട് നിങ്ങൾ പറയും, അതാണ് അങ്ങനെ. കുറെ സ്ട്രാറ്റജീസ് ഉണ്ട്, അതൊന്നും ഞാൻ പറയില്ല. അപ്പോ ഒരു മാസം കഴിഞ്ഞിട്ടുള്ളൂ, 15 മാസം ഇനിയുണ്ട്, 11 months ലെഫ്റ്റിംഗ് ആണ്. 11th monthന്റെ ഉള്ളിൽ നിങ്ങൾക്ക് പട്ടിയ മാതി പണിയെടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ കൊല്ലം വേസ്റ്റ് ആവും. പട്ടിയ മാതി പണിയെടുക്കേണ്ടെന്ന് പറഞ്ഞാലും ബ്രെയിൻ വെച്ചിട്ട് കുറച്ച് പണിയെടുക്കുക, കറേജസ് ആയിട്ട് പണിയെടുക്കുക, ബിസിനസ് തുടങ്ങുക, അല്ലെങ്കിൽ ജോബ് തുടങ്ങുക വെച്ചാൽ എന്താ വെച്ചാൽ മെന്റലിറ്റി ഫിക്സ് ചെയ്യുക. ആൻഡ് അതിൻ്റെ ഉള്ളിൽ പണി ചെയ്തു വെച്ചാൽ 101% 2026 is for your. പക്ഷേ ഇങ്ങനെ പൊട്ടരം ചെയ്ത് നടന്നു വെച്ചാൽ ഒന്നുമാവില്ല. ആൻഡ് ഇങ്ങനത്തെ എന്തെങ്കിലും പുതിയ ബിസിനസ് എന്തെങ്കിലും തുടങ്ങണം വെച്ചാൽ എന്റെ ഇൻസ്റ്റാഗ്രാം റീലിൽ വന്നിട്ട് ടെലിഗ്രാം ചാനലിന്റെ ഒരു ലിങ്ക് ഉണ്ട്, അത് മാത്രം ഫോളോ ചെയ്ത് വെച്ചാൽ മതി. ആൻഡ് ഇങ്ങനത്തെ നല്ല കോണ്ടന്റ് കാണാൻ വേണ്ടിയിട്ട് എന്നെ ഫോളോ മാത്രം ചെയ്ത് വെച്ചാൽ മതി. ഫോളോ ഫോർ മോർ ക്രേസി കോണ്ടന്റ്.